ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടേ വിശേഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മാക്സിമം എല്ലാവരും ഒരു ലൈക്കും ഒരു ഹൈപ്പും ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ചന്ദ്രനെ തോൽപ്പിക്കുന്ന അടവുകളെല്ലാം കൂടെ എടുത്ത് വെളിയിലിടുകയാണ്. അപ്പൊ സിറിഞ്ചൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഒരു പ്ലാനും പദ്ധതി ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. മറുമരുന്ന് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു രക്ഷയുമില്ല. അമ്മായി അമ്മയുടെ ഒരു വികൃത രൂപങ്ങളും ഇവിടെ പുറത്തിറക്കാൻ നോക്കണ്ട, നടക്കത്തില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെന്ന് നമ്മുടെ സച്ചി പറയാണ്. എന്താണെങ്കിലും കൊക്കിന് ജീവനുണ്ടെങ്കിൽ സച്ചിയും രേവതിയും നാളെ യാത്ര പോയിരിക്കും എന്ന്. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രയ്ക്ക് വീണ്ടും വിറച്ച് കയറുകയാണ് കേട്ടോ. അപ്പം സച്ചി ചോദിച്ചു, അല്ല ഭക്ഷണം കഴിച്ചായിരുന്നോ? അപ്പൊ രേവതി പറഞ്ഞു, അമ്മ ഭക്ഷണം കഴിച്ചതാ സച്ചി ചേട്ടാ. ആ എന്നാ പിന്നെ അപ്പ ശരി, ഗുഡ് നൈറ്റ്, വാ രേവതിയെ എന്നും പറഞ്ഞ് രേവതിനെയും കൂട്ടിക്കൊണ്ട് സച്ചി റൂമിലേക്ക് അങ്ങ് പോയി. രവീന്ദ്രൻ ഇതെല്ലാം കണ്ടിരുന്ന് ആസ്വദിക്കാണ് കേട്ടോ. രവീന്ദ്രന് ഭയങ്കര ഇഷ്ടമായി ഈ സീൻ അങ്ങോട്ടെ. ഏതായാലും രവീന്ദ്രൻ പതുക്കെ അങ്ങോട്ട് എണീറ്റു നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. ചന്ദ്രയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ചന്ദ്രേ, കിട്ടാനുള്ളതൊക്കെ വയറ് നിറച്ച് കിട്ടിയില്ലേ? ഇനി നമുക്ക് പോയി കിടന്ന് ഉറങ്ങിയാലോ? അതോ ഓവറായിട്ട് നിറഞ്ഞു പോയോ? ഭക്ഷണവും കഴിച്ചു, കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു. ബാ 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 പോയി കിടക്കാന്ന്. അങ്ങനെ രവീന്ദ്ര റൂമിലേക്ക് പോയി. ഷോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവൂനെയാണ്. ദേവൂനിപ്പം കള്ളക്കളിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അങ്ങനെ ലക്ഷ്മി അടുത്തിരിപ്പുണ്ട്. അപ്പൊ ലക്ഷ്മി, മോളെ ഞാനിപ്പോ വീട്ടിലാ ഉള്ളത്, നീ പറഞ്ഞിടത്തൊക്കെ പൂ കൊടുത്തിരുന്നു, ജോലിയൊക്കെ രാവിലെ തന്നെ തീർത്തു എന്നൊക്കെ പറയാണ് കേട്ടോ. രേവതിനെ വിളിച്ചാ പറയുന്നത്. എന്നിട്ട് പറയാ, ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് കടയിലേക്ക് പോകാൻ നോക്കുകയാണെന്ന്. അപ്പൊ രേവതി ആണെങ്കിലോ ഭയങ്കര തിരക്കില്ല, സാധനമൊക്കെ അടുക്കി പറക്കി വെക്കാം. അപ്പൊ രേവതി ചോദിച്ചു, അല്ല അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? ആ പോണം, അവള് ആ വഴി അങ്ങ് പോകും. അല്ല മോളെ, നിങ്ങൾ ഇറങ്ങിയോ? ദേ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ പോയിട്ട് വരുന്നത് വരെ മനസ്സിന് മനസ്സമാധാനം ഉണ്ടാവില്ല. ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ? എന്റെ കൂടെയേ എന്തിനും പോകുന്ന ഒരാളല്ലേ വരുന്നത് സച്ചേട്ടൻ. ആ അതാ മോളെ എന്റെ ധൈര്യം. എന്നാ പിന്നെ ശരി, രണ്ടുപേരും സന്തോഷത്തോടു കൂടി തന്നെ പോയിട്ട് വാ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവ് ഫോൺ വിളിച്ചിട്ട്, ചേച്ചി സച്ചേട്ട ഹാപ്പി ജേണി. ആയിക്കോട്ടെ മോളെ, എന്നാ പിന്നെ ഞങ്ങള് പുറപ്പെടാൻ പോവാ, എത്തിക്കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ഇവര് പെട്ടിയൊക്കെ പാക്ക് ചെയ്തോട്ട് പോകാനായിട്ട്. അപ്പൊ രേവതി ഒന്നുകൂടി ചോദിച്ചു, എല്ലാം എടുത്തല്ലോ അല്ലേ എന്ന്. എല്ലാം എടുത്തിട്ടുണ്ട്, എല്ലാം ഞാൻ ബാഗിനകത്ത്, നീ അടുക്കി വെച്ചത് എല്ലാം എടുത്ത് ഞാൻ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ചന്ദ്ര, അയ്യോ എനിക്ക് വയ്യേ, എന്റെ നടുവേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുക്കലും മുകളിലും ഒക്കെ ആയിട്ട് നടപ്പുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും കൂടെ ഷോറൂമിൽ പോകാൻ വേണ്ടി ഇറങ്ങി വരിക. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മേ സമയം ഒരുപാടായി, ഞങ്ങൾ ഷോറൂമിലേക്ക് പോവാ. അയ്യോ ഷോറൂമിലേക്ക് നീ പോയാൽ മതി. അയ്യോ ശ്രുതി ഇവിടെ നിൽക്കട്ടെ, എനിക്ക് സഹായം വേണം, എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന് അടുക്കള കിടന്ന് പണിയാൻ പറ്റത്തില്ല. എന്തൊക്കെ പണികൾ ഇവിടെ കിടക്കുന്നത്. അയ്യോ ആന്റി, എനിക്ക് കുറച്ച് കണക്കുകൾ നോക്കാനുണ്ട്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാലേ എങ്ങനെയാ? എന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് തിന്ന് അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുന്നത്. അപ്പോഴത്തേക്കാണ് ടൂറിന് പോകാനായിട്ട് സച്ചി രേവതി ഇറങ്ങി വന്നിട്ട്, അച്ഛാ പോവാട്ടോ എന്ന് പറയുന്നത്. അപ്പൊ സുധി വന്നിട്ട്, ഇതെന്താ ഇത്രയും വലിയ വെട്ടിയായിട്ട്? ഇതിൽ ഒരു വർഷത്തെ തുണിയുണ്ടെന്ന് തോന്നുന്നല്ലോ, നിങ്ങൾ 2 ദിവസത്തേക്കല്ലേ പോകുന്നത്? എടാ അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങൾ എത്ര ദിവസം പോകണം വേണ്ട അതൊക്കെ ഞങ്ങളാ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുധി പറഞ്ഞു, ദേ അമ്മേ 2-3 ദിവസം എന്നൊക്കെ വെറുതെ പറയുന്ന, കിട്ടിയ അവസരം ഇവര് പാഴാക്കുന്നില്ല, ഇവർ ഈയിടെ എന്നും വരാൻ പോകുന്നില്ലെന്ന്. സച്ചി പറഞ്ഞു, എനിക്ക് തോന്നുമ്പോ വരും, ഞാൻ തോന്നുമ്പോ പോകും, അതിനിപ്പോ എന്താ പ്രശ്നം? അതിവിടെ പറ്റത്തില്ല അല്ലേ അമ്മേ എന്ന് സുധി. അപ്പൊ സജ്ജു പറഞ്ഞു, അസൂയ നിനക്ക് പോകാൻ പറ്റാത്തതിന്റെ അസൂയല്ലേ എടാ, മുടിഞ്ഞ അസൂയ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി, പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അസൂയ, പോകുന്നത് മൂന്നാറിലേക്കല്ലേ, അല്ലാതെ അമേരിക്കയിലേക്കൊന്നും അല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതിന് നിങ്ങൾ മൂന്നാറിൽ പോലും ഇതുവരെ പോയിട്ടില്ലല്ലോ, അതുവിന് ഇനി പോവാലോ, ഞങ്ങൾ പോകുന്നു ശ്രുതി. പോകുന്നു സച്ചി. അപ്പോഴത്തേക്കാണ് രവീന്ദ്രൻ വന്നിട്ട്, എടാ സച്ചി, നീ പോകാന് ഇറങ്ങിയോ? എല്ലാം റെഡി ആയിട്ട് നിൽക്കാല്ലേ? അതെ അച്ഛാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഇപ്പൊ ഇറങ്ങിയാലേ നേരത്തെ അങ്ങ് എത്തത്തുള്ളൂ. അത് പിന്നെ ദേ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് കുറച്ച് പൈസ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, വേണ്ട അച്ഛാ, വേണ്ട, ഇതിന്റെ കാര്യമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒക്കെ ഉണ്ട് ശരിയാണ്, എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി തരുന്ന, ഇത് വെച്ചോന്ന്. ഏതായാലും നമ്മുടെ സച്ചി അത് മേടിച്ചു കേട്ടോ. ഈ സമയത്ത് രേവതി പറഞ്ഞു, അച്ഛാ ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണേ, പിന്നെ ഗുളിക കഴിക്കാനും മറക്കല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അദ്ദേഹത്തിന് ഭാര്യ എന്ന് പറഞ്ഞ് ഒരുത്തി ഇവിടെ ഉണ്ട്, എനിക്കിതൊക്കെ സമയമൊക്കെ കൊടുക്കാൻ അറിയാം. അവളുടെ ഒരു സ്നേഹാഭിനയം, ഒന്ന് പോകാൻ നോക്കണേ ഇറങ്ങി, ചുമ്മാ അഭിനയിച്ചോണ്ട് നിൽക്കാം. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, എന്താ ചന്ദ്ര ഇത്, എന്നും അവളല്ലേ എനിക്ക് ചെയ്തു തരാറുള്ളത്, നീ മുഖം കറുപ്പിക്കാണ്ട് നല്ല വാക്ക് പറഞ്ഞ് അവളെ യാത്ര അയക്കാനല്ലേ നോക്കേണ്ടത്.
ചുമ്മാ വെറുതെ പോകുമ്പോ പിള്ളേർക്ക് ചുമ്മാ എരണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി അവള് വായിന്ന് ഓരോന്ന് പറയും. അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അച്ഛാ. അമ്മയുടെ വായിന്ന് നല്ല വാക്ക് വീഴത്തില്ല, അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്നേ. അതൊക്കെ നീ വിട്ടുകള മോനെ. രണ്ടുപേരും കൂടെ ഒരു കാര്യം പോകാൻ നോക്കി. ഇനിയിപ്പം താമസിക്കേണ്ട വളവും തിരിവൊക്കെ ഒരുപാടുള്ള സ്ഥലമല്ലേ. പിന്നെ രേവതിക്ക് യാത്ര ചെയ്ത് അങ്ങനെ ശീലമില്ല, അതുകൊണ്ട് അവളെ നോക്കിക്കോണം. ഞാൻ അവളെ നോക്കിക്കോളാം, ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വിടത്തില്ല. ഏതായാലും രണ്ടുപേരും അടിച്ചു പൊളിച്ചിട്ട് വാ, കിട്ടുന്ന അവസരമല്ലേ. അത് പിന്നെ പറയണോ, ഞങ്ങൾ അടിച്ചു പൊളിക്കാനല്ലേ പോകുന്നത് വെച്ചാൽ, ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി അടിച്ചു പൊളിക്കും. ഇവൻ ബാറിൽ കയറി കുടിച്ചിട്ട് അവിടുത്തെ ക്ലാസ്സും ചില്ലും അടിച്ചു പൊളിക്കും. ദേ എന്റെ പൊന്നു സുധി, ഞാൻ നല്ല വഴിക്ക് ഇറങ്ങുക, അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞ, എന്നാ പിന്നെ പോകാം സച്ചേട്ടാ, അച്ഛൻ ഞങ്ങൾ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതി അങ്ങനെ പോവുകയാണ്. ഒരു ചെറിയ ഹണിമൂൺ യാത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ലേറ്റ് ആയി പോയെങ്കിലും. അങ്ങനെ ഇവര് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും വർഷയും വന്നിട്ട് പറഞ്ഞു, ഓൾ ദി ബെസ്റ്റ്. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായെന്ന് വെച്ച് ഹണിമൂണിനൊന്നും ഒരു കുറവ് വരുത്തണ്ട കേട്ടോ. അപ്പൊ വർഷ പറഞ്ഞു, അത് പിന്നെ രേവതി ചേച്ചി അവിടെ എത്തിക്കഴിഞ്ഞ ഫോട്ടോസ് അപ്പോഴപ്പോഴൊക്കെ ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പോയിട്ട് വാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും വന്ന് യാത്ര അയക്കാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറി ഇവര് രണ്ടുപേരും കൂടെ ഹണിമൂണ് യാത്ര അങ്ങ് തുടരുകയാണ്. പോയി കഴിഞ്ഞപ്പോ രവീന്ദ്രന് ഭയങ്കര വിഷമം. രവീന്ദ്രൻ വിഷമിച്ചിരിക്കാനുണ്ട്. അപ്പൊ ശ്രീകാന്ത് വർഷയും അടുത്തേക്ക് ചെന്നിട്ട്, അയ്യോ ഇതെന്താ അച്ഛാ, അച്ഛൻ കരയാണോ? എന്താ അങ്കിളെ ഇത്? അവരിവിടെ അടുത്ത് മൂന്നാറിലേക്കല്ലേ പോയത്, അവര് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരത്തില്ല, പിന്നെ എന്തിനാ കരയുന്നത്? അതൊക്കെ ശരിയാണ്, എന്നാലും എനിക്ക് ചുറ്റും നിങ്ങൾ എല്ലാവരും ഒക്കെ ഉണ്ട്. എങ്കിലുവേ സച്ചിയും രേവതിയും ഇല്ലെങ്കിലേ തനിച്ചായ പോലെ തന്നെയാ. അവരുള്ള ആ ഒരു ഇത് എനിക്ക് കിട്ടത്തില്ല. ഇനിയിപ്പം 2-3 ദിവസം എങ്ങനെയാ തള്ളി നീക്കാന്നൊന്നും എനിക്കറിയില്ല. രേവതി ഇല്ലെങ്കിൽ സത്യം പറയാലോ ഈ വീട് ഉറങ്ങിയ പോലെ തന്നെയല്ലേ മോളെ. അവൾ ഓടി നടന്ന് ഓരോ പണികളൊക്കെ ചെയ്ത് അവൾ എപ്പോഴും ഈ വീടിന്റെ സാമീപ്യം കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇനിയിപ്പം സാരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ വർഷയും ശ്രീകാന്തും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവു ഉണ്ടല്ലോ, ഫോണില് ഭയങ്കര ചാറ്റിംഗ് ആണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ലക്ഷ്മി വരുവാണ്. ലക്ഷ്മി വന്നപ്പോ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പം ലക്ഷ്മിയോട് ചോദിച്ചു, അല്ല ലക്ഷ്മി ദേവുവിനോട് ചോദിച്ചു, നീ ഇതുവരെ പോയില്ലേ, നീ എന്താ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നീ എപ്പോഴും ഫോണിൽ തന്നെയാ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ, എന്താ നിനക്ക് പറ്റിയത്? അത് പിന്നെ ഒന്നുമില്ല അമ്മേ, ഞാൻ അക്കൗണ്ട്സ് ഒക്കെ നോക്കുമായിരുന്നു, ചിലരൊക്കെ അവര് ഫോണിൽ അയച്ചു തരുന്നത്, അതുകൊണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്താ പറയാ അങ്ങ് പതറി ഇറങ്ങി പോവാണ് കേട്ടോ. ഏതായാലും മുഖത്തെ ആ ഒരു ഭാവമൊക്കെ കണ്ടാ അറിയാം എന്തോ സംതിങ് റോങ് ഉണ്ടെന്ന്. ഏതായാലും ലക്ഷ്മിക്ക് അങ്ങോട്ട് കണ്ടുപിടിക്കാനും പറ്റത്തില്ല, അത്ര ഒരു ബുദ്ധിയും ബോധമൊന്നും നമ്മുടെ ലക്ഷ്മിക്ക് ഇല്ല താനും. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് മൂന്നാറിലേക്ക് തിരിച്ച നമ്മുടെ സച്ചിനെ രേവതിയാ. മൂന്നാർ അങ്ങോട്ട് തിരിച്ചു മറിച്ച് വെക്കാൻ തീരുമാനിച്ചു കേട്ടോ നമ്മുടെ സച്ചി. അതുപോലെ ആഘോഷിക്കുകയാണ്. അങ്ങനെ മഞ്ഞുള്ള ആ ഒരു റോഡിൽ കൂടെ, തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ ആ റോഡിൽ കൂടെ ഇങ്ങനെ നമ്മുടെ സച്ചി രേവതിയും വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ഥിരം പോകുന്ന വണ്ടിയിലല്ല, ഒരു താറിലെങ്ങാണ്ടാട്ടോ പോകുന്നത്. അപ്പൊ നമ്മുടെ സച്ചിയോ ചോദിച്ചു, വണ്ടി ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വണ്ടിയൊക്കെ ഇഷ്ടമായി, എന്നാലും എന്തിനാ വണ്ടി മാറ്റിയത് വഴി വെച്ച്, നമ്മുടെ കാറ് തന്നെ മതിയായിരുന്നു. ഓ, നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു തകരാറായിട്ടല്ലേ, ചിലപ്പം വഴിയിൽ തങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണെങ്കിൽ കുഴപ്പമില്ല. അല്ല ഇതാരുടെ വണ്ടിയാ, മഹേശ്വരന്റെ വണ്ടിയാണോ? അല്ലല്ല, ഇതവന്റെ സുഹൃത്തിന്റെ വണ്ടിയാ. അങ്ങേര് പുറത്തു പോകുമ്പം ഇത് മഹേഷിനെ ഏൽപ്പിക്കും, അതുകൊണ്ട് നമുക്ക് ഉപകാരമായി. അതെ, നല്ല വില കൂടിയ വണ്ടിയാ, തട്ടാതെയും മുട്ടാതെയും മഹേശ്വരന്റെ കയ്യിൽ തന്നെ കൊടുക്കണം, സൂക്ഷിച്ച് ഓടിക്കണം കേട്ടോ. സൂക്ഷിച്ച് ഓടിക്കില്ലേ? സച്ചിനെ കുറിച്ച് നീ എന്താ വിചാരിച്ചത്? സച്ചി വണ്ടി ഓടിക്കുന്ന പോലെ ഇവിടെ ആരെങ്കിലും വണ്ടി ഓടിക്കുവോ? അത് പിന്നെ സച്ചേട്ടാ വണ്ടി ഇങ്ങനെ പറപ്പിക്കണ്ടെന്നാ പറഞ്ഞത്. സച്ചി എന്തിനാ സച്ചേട്ടാ ഇത്രയും സ്പീഡിൽ പോകുന്നത്? അത് പിന്നെ നീ പേടിക്കാതിരിക്കുക എന്റെ പൊന്നു രേവതി, വണ്ടി പറപ്പിക്കൊന്നുമില്ല. വണ്ടി എന്തിനാ പറപ്പിക്കുന്നത്? ഞാൻ വണ്ടിയും കൊണ്ട് പോകുന്നത് പതിയെ തന്നെ, എനിക്കറിയാം ഡ്രൈവിങ്, ഞാൻ എങ്ങനെയും ഓടിച്ചോണ്ട് പൊക്കോളാം, നീ മിണ്ടാതിരിക്കാൻ പറയാ. അങ്ങനെ രേവതി സച്ചി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എന്തോ പുതിയൊരു അനുഭവമാണല്ലോ നമ്മുടെ രേവതിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, പുറത്തുനിന്ന് കണ്ണെടുക്കുന്നില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് എന്നെ കൂടെ നോക്കാം കേട്ടോ. സച്ചേനെ ഞാൻ എന്നും കാണുന്നതല്ലേ, ഈ കാഴ്ചയൊക്കെ ഞാൻ കണ്ണ് നിറയെ ഒന്ന് കാണട്ടെ. കണ്ണ് നിറയെ കാണ്. അല്ല, നമ്മൾ എപ്പോഴേ ആദ്യമായിട്ട് യാത്ര പോയതെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? ഉണ്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. എവിടേക്കാ പോയത്? അത് പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാള് എവിടെയും പോയിരുന്നില്ല. നമ്മൾ തമ്മിൽ ഫൈറ്റ് അല്ലായിരുന്നു, അടി. കുറെ കഴിഞ്ഞ് ആദ്യമായിട്ട് യാത്ര പോയത് അത് ഒരു മെയ് മാസത്തില്. മെയ് മാസത്തിലോ? എവിടേക്കാ പോയത്? മാർക്കറ്റില് മീൻ മേടിക്കാന്. ഓ പിന്നെ, മീൻ മേടിക്കാൻ പോയതൊക്കെ ഒരു യാത്രയാണോ രേവതി? നമ്മൾ ഇതുപോലെയുള്ള യാത്രകളിലെ, അതാ ഞാൻ ചോദിച്ചത്.
ഇതുപോലെയുള്ള ഒരു യാത്ര അതെന്നെ സച്ചേട്ടൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ആ ഇട്ട വട്ടത്ത് കറക്കിയതല്ലാതെ പുറത്ത് എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ? ഉം ആദ്യമായിട്ട് ഇന്നാണ് പുറത്ത് കിടക്കുന്നത്. അല്ല നമ്മൾ അച്ഛമ്മയുടെ വീട്ടിൽ പോയിട്ടില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ ഓ ഓ ഓ അത് ഉം സച്ചേട്ടനെ ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടി അച്ഛമ്മ ഉണ്ടാക്കിയ ഒരു നാടകമല്ലേ അത്? ഉം എന്നിട്ട് ഞാൻ മെരിങ്ങിയോ? ആ മെരിങ്ങിയോന്നോ? പിന്നല്ലാതെ. ഞാൻ സച്ചേട്ടനെ പിടിച്ച് മേരിക്ക് കൂട്ടിലടച്ചിട്ടേക്കല്ലേ? അങ്ങനെയല്ലേ സച്ചേട്ടന്റെ അമ്മ പറയുന്നത്? ഉം അത് ശരിയാ, നീ എന്നെ മേരിക്ക് കൂട്ടിലടച്ചിട്ടേക്കാണെന്നാ തോന്നുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒരു ഞുള്ളു വെച്ച് കൊടുത്തപ്പോഴത്തേക്കും, എന്താ സച്ചേട്ടാ ഇത്? അല്ല താങ്ക്സേ. അല്ല എന്നെ ഇങ്ങനെയാക്കി മാറ്റിയതിനെ ഒരു താങ്ക്സ് പറഞ്ഞതാ. ഉം ആയിക്കോട്ടെ. താങ്ക്സേ ഞാൻ അങ്ങ് സ്വീകരിച്ചു. ഏതായാലും ഇവര് വീണ്ടും വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് പോവാണ് കേട്ടോ. ഒരു ചെറിയ റൊമാൻസ് പാട്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. പാട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി സച്ചോട് പറയാണ് കേട്ടോ. അത് പിന്നെ സച്ചേട്ടനുണ്ടല്ലോ, ശരിക്കും ശരിക്കും ആകെപ്പാടെ ഞാൻ മാറ്റിയെടുത്തു. എന്നാലും സച്ചേട്ടന്റെ ഒരു സ്വഭാവം മാത്രം എനിക്ക് മാറ്റിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിനിപ്പോ ഞാൻ വെള്ളം അടിക്കാറില്ലല്ലോ. ഓ അതല്ല സച്ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത ഈ എന്ത് സ്വഭാവം ഉള്ളത്? അത് പിന്നെ ഈ മൂക്കിന്റെ തുമ്പത്തുള്ള സച്ചേട്ടന്റെ ദേഷ്യം, അത് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഓ ദേഷ്യമോ? അതിനെനിക്ക് ദേഷ്യമുണ്ടോ? പിന്നെ ദേഷ്യത്തിന്റെ രാജാവല്ലേ സച്ചേട്ടൻ എന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെയും ഇവരിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് തന്നെയാട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് നമ്മുടെ സച്ചി വണ്ടി നിർത്തിയിട്ട് ബാ ഇറങ്ങിക്കേ എന്ന് പറയാണ്. അത് പിന്നെ നമ്മൾ എന്നതിന് ഇവിടെ ഇറങ്ങുന്നത്? നമ്മൾ താമസ സ്ഥലം ആയില്ലല്ലോ. ഇത്രയും ദൂരം വന്നത് റൂമിനകത്ത് സംസാരിച്ച് ഇരിക്കാനാണോ? നമുക്കേ കുറച്ചു നേരം ഇതിലെ നടന്ന് പ്രേമിച്ചിട്ടൊക്കെ റൂമിൽ പോയാ പോരെ? ഇറങ്ങി നീ ഇങ്ങോട്ട്, സ്ഥലമൊക്കെ കാണണ്ടേ എന്നും പറഞ്ഞ് നമ്മുടെ രേവതിനെ പിടിച്ച് സച്ചി ഒരു സ്ഥലത്ത് ഇറക്കാണ് കേട്ടോ. എന്തോ ഒരു ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ഏരിയയിലേക്കാണ് കേട്ടോ നമ്മുടെ സച്ചി രേവതിനെ ഇറക്കുന്നത്. അങ്ങനെ രേവതിനെ പിടിച്ചിറക്കിയിട്ട് കണ്ടോ, ഇതാണ് മൂന്നാറിന്റെ കാഴ്ചകള്, തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിൻ രേവതിയും കൂടെ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഇറങ്ങി പോവാണ്. എന്നിട്ട് ഒരു നല്ലൊരു സ്ഥലത്ത് ചെന്ന് നിന്നു കേട്ടോ. നിന്നപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുന്നു. അപ്പൊ രേവതിയുടെ മുഖത്തിനൊരു വ്യത്യാസം. അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ നോക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ല നോക്കേണ്ടത് സ്ഥലം. ആവശ്യമില്ലാത്ത വിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ചുറ്റും ഒന്ന് നോക്കിയാൽ നമ്മുടെ മനസ്സിൽ ഇപ്പൊ വേറെ ഒന്നും വേണ്ട. നമ്മളെ ഹണിമൂണിന് വന്നതാ, ഇത് പ്രേമിക്കാൻ പറ്റിയ സ്ഥലമാ. രമണിയുള്ള സ്ഥലം. രമണിയുള്ള സ്ഥലമോ? അതാരാ? അല്ല മറ്റേ രമണി, പ്രകൃതി രമണീയമായ സ്ഥലം, ആ രമണീനെ ഞാൻ ഉദ്ദേശിച്ചത്. ആരമണിയുള്ള സ്ഥലമല്ലേ ഇത്? നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഓ ആരമണിയോ? ആരമണിയുള്ള സ്ഥലമൊക്കെ ആയിരിക്കും. അല്ല ഒന്നാന്തരം ഒരു ചളി അടിച്ചിട്ട് നീ എന്താടി മിണ്ടാതിരിക്കുന്നത്? നീ എന്താ? എന്റെ കോമഡി വേസ്റ്റ് ആയല്ലോ. അതെ കേട്ടെ, എനിക്കും അത് കോമഡി ആയിട്ട് തോന്നണ്ടേ. സച്ചേട്ടൻ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് നമ്മള് സച്ചിയുടെ കൈ പിടിച്ചിങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് രേവതി പറയും, സ്ഥിരം കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്തേക്കാന്ന് അമ്മയും ദേവും കൂടെ പറഞ്ഞത്. എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ കൊടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. ദേവുവിന് ഹോസ്പിറ്റലിൽ പോണം, അമ്മയ്ക്ക് കടയിൽ പോണം. ഏതെങ്കിലും കസ്റ്റമേഴ്സെ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൂ മേടിച്ചു കഴിഞ്ഞാൽ അതെന്റെ കച്ചവടത്തെ ബാധിക്കില്ലേ? ഓ എന്റെ പൊന്നു രേവതി, ഇത്തരം ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് റിലാക്സ് ചെയ്യാനല്ലേ നമ്മൾ ഇവിടെ വന്നത്. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ ആക്കുകയേ വേണ്ട. വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് എന്തോ ഒരു വലിയൊരു പാറപ്പൊക്കത്തൊക്കെ കയറുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി സച്ചിയും കൂടെ. ഇനി ഉരുണ്ട് വരച്ച് വീഴുമോന്ന് അറിയത്തില്ല. ഏതായാലും നമ്മുടെ സച്ചി ചോദിക്കും, അടിപൊളിയല്ലേ, നല്ല രസമല്ലേ ഇവിടെ നിന്ന് കാണാനായിട്ട്. അത് പിന്നെ സച്ചിയേട്ട എന്നാലും കച്ചവടം, എന്റെ പൊന്നി രേവതി, ഈ കച്ചവടം പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ. എന്തിനാ നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? ഒരാള് പോയാൽ വേറൊരാള് വരും, അയാള് പോയാല് മറ്റൊരാള് വരും. ചിലപ്പം ആരും വന്നില്ലെന്ന് ഇരിക്കും, അത്ര തന്നെ. അയ്യോ അതൊന്നും പറ്റത്തൊന്നുമില്ല. ഒരു കസ്റ്റമർ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല, ആരും കയ്യിൽ നിന്ന് പോകരുത്. അങ്ങനെയാണെങ്കിലും നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോവാൻ സച്ചേട്ടാ. ഓ എന്റെ ദൈവമേ, ഇതിനെയാണല്ലോ ഞാൻ കൊണ്ടുവന്നത്. ഇതിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു നല്ല വാക്ക് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ. എന്റെ രേവതി, അങ്ങനെ കസ്റ്റമർ പോകുന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ടൂറിന്റെ പേരിൽ എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് അങ്ങ് ഫേസ് ചെയ്യും. അതൊക്കെ ശരിയാണ്. എന്നാലും ഒന്നുമില്ല, ഇങ്ങ് വന്നേ, ഇവിടെ വന്ന് ഇരിക്കാൻ നോക്കാൻ പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിനെ പിടിച്ച് അവിടെ ഇരുത്താണ്. ഈ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ പച്ച പട്ടുടുത്തുന്ന രമണീനെ നീ കണ്ടില്ലേ? നീ നോക്ക്. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല സച്ചി അല്ലെ രേവതി പറഞ്ഞു, അത് പിന്നെ എനിക്കൊരു സംശയം, അച്ഛന് അമ്മ ആഹാരം എടുത്ത് കൊടുത്ത് കാണുമോ? അച്ഛൻ കൃത്യമായിട്ട് മരുന്നെടുത്ത് കഴിച്ച് കാണുമോ സച്ചിയേട്ടാ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? അടുത്ത ടെൻഷനുമായിട്ട് അവൾ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നു രേവതി, നീ ആ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെക്ക്.
ദേ എന്റെ വായിൽ നിന്ന് ടെൻഷൻ അടുപ്പിക്കുന്ന എന്തെങ്കിലും വാക്ക് വീഴുന്നു നീ നോക്കിയിരിക്കുകയാണോ? ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി നാട്ടിൽ എന്തേലും ഒരു കാര്യം പറഞ്ഞാലേ ഞാൻ ഇവിടുന്ന് താഴേക്കെടുത്ത് ചാടും കേട്ടോ, പറഞ്ഞേക്കാം. ദേ നല്ല ആഴമുള്ള സ്ഥലമാ. ഇത് പിന്നെ സച്ചിട്ട് ഇല്ല അങ്ങോട്ടേക്കൊന്നും പോവല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ നിന്റെ ഈ വായടപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോ ചാടും എന്നൊക്കെ പറയാനുണ്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിനെ വലിച്ച് ഇങ്ങനെ, അതായത് ഒരു കൊക്കയുടെ സൈഡിൽ പോയി നിൽക്കുകയാണ്. അപ്പൊ വലിച്ച് ഇങ്ങനെ കയറ്റുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എന്നെ ഇട്ടിട്ട് ചാകാൻ പോവോ? സച്ചേട്ടൻ എന്താ ഈ കാണിക്കുന്നത്? ചുമ്മാ പറഞ്ഞതല്ലേ, നിന്നെ പേടിപ്പിക്കാൻ പറഞ്ഞല്ലേ, ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഞാൻ ചാടുവേ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവരവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിക്കുക. അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതി ഒരു ചെറിയ ഹണിമൂൺ തന്നെയാട്ടോ അവിടെ ആഘോഷിക്കുന്നത്. അപ്പൊ കൂടുതൽ ഇന്നത്തെ എപ്പിസോഡിലൊന്നും കാണിക്കുന്നില്ല. കുറെ മൂന്നാർ ഏരിയയും ഇവരുടെ കുറച്ച് പ്രണയരംഗങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ. കൂടുതൽ കഥയിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുന്നില്ല കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസവും വരാനിരിക്കുന്നത്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് കാണാം. അലീനയുടെ കഥ, നമ്മുടെ ഇന്നത്തെ കഥ റിയൽ സ്റ്റോറിക്കകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ അലീനയുടെ അപ്കമിങ് വിശേഷം നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഇടുന്നുണ്ട്. അതും എല്ലാവരും പോയി ഒന്ന് കാണണോട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകാവുള്ളേ. പിന്നെ നയൻവിയും ആദർശിന്റെയും കഥ ഇതിന്റെ പുറകെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.